റിജോ പാർട്ട് 2 യൂണിറ്റ് 1 ആണ്. ഞാനത് പറയാൻ പറ്റുമോ? പാർട്ട് 2 യൂണിറ്റ് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. Good evening, ma'am. Good evening. Good evening, Andrea. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ഓക്കെ, നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ഈവൻ ചെയ്ത ആരെങ്കിലും ആയാലും മതി. പുതിയതായിട്ട് ആരെങ്കിലും പ്രിപ്പയർഡ് ആയില്ലെങ്കിൽ ആരെങ്കിലും പ്രയർ ചെയ്താൽ മതി. Okay, ma'am. Okay. ഞാൻ അഞ്ജു, എൻ്റെ പേര് അഞ്ജു. ഞാൻ ഇന്ന് പ്രയർ ചെയ്യും. Okay. Thank you, God, for the word so sweet. Thank you, God, for the fragrance of flowers. Thank you, God, for the chirping of birds. Thank you, God, for the amazing nature. Thank you, God, for the beautiful morning. Thank you, God, for the wonderful climate. Thank you, God, for the food we eat. Thank you, God, for the loving parents. Thank you, God, for the supporting teachers. Thank you, God, for the caring partner. Thank you, God, for everything. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് പോസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? സബ്മിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ്? മാം, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഫോണിന്റെ ചെറിയ കംപ്ലൈന്റ് കൊണ്ട് ഞാൻ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വേറെ ഫോണിന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ ചെയ്യാന്ന് വെച്ചു. ഓക്കെ. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ കുറച്ച് പേർക്ക് ടെക്നിക്കലി എന്തൊക്കെ ഡൗട്ട്സ് വന്നു എന്ന് പറഞ്ഞു. സാർ അത് കറക്റ്റ് വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട്. എന്നോട് ദീപ്തിയാന്ന് തോന്നുന്നു. ഹാൻഡിന് പകരം ടേൺ ഇന്നാ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സാറിനോട് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ പറയാ, സിസ്റ്റത്തിൽ ടേൺ ഇന്നായിരിക്കും കാണിക്കുന്നത്, മൊബൈലിൽ ഹാൻഡ് ഇന്നായിരിക്കും കാണിക്കുന്നത്. രണ്ടും സെയിം തന്നെയാ, അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സാർ വ്യക്തമായിട്ട് ആ വീഡിയോ സബ്മിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അതില്ലേ എന്താ പറയാ, ഹെൽത്തിന്റെ ഡെഫിനിഷന് അത് നമ്മൾ എത്ര എഴുതണം, എങ്ങനെയാണ്? നസീമ, ഇപ്പൊ നിങ്ങൾ 10 പേരോട് ചോദിക്കുമ്പോൾ ഈ 10 പേര് ഒരേ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 സെന്റൻസ് ആണെങ്കിൽ പോലും അത് മതി. അങ്ങനെയായാലും മതി. വലിയൊരു എസ്സേ ഒന്നും നമുക്ക് വേണ്ട. ഒരു കൊച്ചു പാരഗ്രാഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ 10 പേരും ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹെൽത്ത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം, എല്ലാവരുടെയും ഒരു വ്യൂ പോയിന്റ് ഹെൽത്ത് ഏതാണ്ട് ശരിയായിരിക്കും. അപ്പൊ നമുക്ക് ഒരേ കാര്യം തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മളൊന്ന് ഭംഗിയാക്കി ഇലാബറേറ്റ് ചെയ്തൊന്ന് എഴുതിയാൽ മതി. ഒരു 2-3 സെന്റൻസ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല. സ്റ്റെപ്സ് മേ ബി നമുക്കൊരു 5 to 10 ഒക്കെ കിട്ടുമായിരിക്കും. ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുവാണ്, നമുക്കിപ്പോ ക്ലാസ് എനിക്ക് February 19th നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ. February 19th. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു മാസത്തിൽ കൂടുതൽ കഴിഞ്ഞു. അപ്പോ ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്ത് തന്നെ പോവുക. നിങ്ങൾ കഴിയുമ്പോൾ തന്നെ അങ്ങ് സബ്മിറ്റ് ചെയ്തു, ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞോളാം.
നമ്മൾ 10 months കൊണ്ട് നമ്മളുടെ സിലബസിലെ കണ്ടന്റ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയും. ബാക്കി 2 months നമ്മുടെ റിവിഷൻ, നമ്മുടെ റെക്കോർഡിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്, പിന്നെ വൈവ ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വൽ വൈവ. ഒരു 30 minutes എങ്കിലും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പ്ലാൻ ചെയ്യാം. റെക്കോർഡ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യണ്ടല്ലോ അല്ലേ മാം? ഏതാണ്? റെക്കോർഡ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യണോ? അത് വേണ്ടല്ലോ. റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യണ്ട, പക്ഷെ വൈവ സമയത്ത് അത് നിങ്ങൾ പ്രസന്റ് ചെയ്യണം, കാണിക്കണം. ഇപ്പൊ ഈ ചാർട്ട് നമ്മൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യണേ മാം? ചാർട്ടിന്റെ പിക്ക് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാലോ. അങ്ങനെ ചെയ്താൽ മതിയോ? പലരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പൊ ഇപ്പൊ നമ്മള് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ചാർട്ടിന്റെ പിക്ക് എടുത്തിട്ടാണ് അറ്റാച്ച് ചെയ്തത്. പിക്ക് എടുത്തിട്ട്, അതെ അതെ, നമ്മൾ അത് അപ്ലോഡ് ചെയ്യും അല്ലേ? PDF അതെ അതെ. ഇമേജിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഫോണിൽ തന്നെ സൗകര്യമുണ്ട്. എന്നിട്ട് പിന്നെ അതങ്ങ് അറ്റാച്ച് ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ എല്ലാ PDF കൂടെ ഒരുമിച്ചാക്കി മെർജ് ചെയ്ത് ഒറ്റ ഫയലാക്കി അങ്ങനെയും ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കും. മാം, എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനും മോനും ഹോസ്പിറ്റലാണേ. അതിനോട് പറഞ്ഞിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട്? അവന് കുറവുണ്ട്. ഇപ്പൊ എനിക്കും തീരെ വയ്യ. അപ്പൊ കൂടെ വേറെ ആരും ഇല്ലാത്ത കാരണം കൊണ്ടേ ആശുപത്രിയിൽ നിന്നിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഡിസ്ചാർജ് ചെയ്ത് വരും. അപ്പൊ ചെയ്യാട്ടോ. ഓക്കെ, നമ്മളിപ്പോ നമ്മളുടെ ക്ലാസ് ഒക്കെ മറന്നുപോയോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആയിരുന്നു പറഞ്ഞത്. മാം, എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യണം. ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യണമെന്നോ? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്തോളൂ. ഞാൻ ഇപ്പൊ 2 ഫോട്ടോ സബ്മിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ആണോ? എന്തുപറ്റി? എന്താണോ പിന്നെ അത് വീണ്ടും കാണിച്ചിട്ട് അവിടെ ആഡ് കാണിക്കാനല്ലേ? ആണോ? അത് മാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ട് വേറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തവര് ഡീറ്റെയിൽസ് പറയേണ്ടത് മനസ്സിലായോ? ആർക്കും അത് 8 ആക്ടിവിറ്റിയും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഒന്നിന്റെ ഹാൻഡിന് കൊടുക്കാൻ നോക്കുന്നുള്ളൂ. അല്ലാതെ പകുതി വെച്ചിട്ട് പിന്നെ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അത് ആഡ് കാണിക്കത്തില്ല. ആക്ടിവിറ്റീസ് ഒന്നിച്ച് തന്നെ സബ്മിറ്റ് ചെയ്യണം അല്ലേ? ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് സബ്മിറ്റ് ചെയ്തു. ഒരു തീരാൻ നോക്കണ്ട, കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ലതല്ലേ. ഓക്കെ, ഫൈൻ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. വീൽ ചെയറിൽ ഇരുന്ന് ഭയങ്കര ബുദ്ധിയുള്ള ഒരാളല്ലേ, അപ്പൊ ആളുടെ ഫിസിക്കിനേക്കാളും ആളുടെ ഡെവലപ്മെന്റ് മൈൻഡിന് വന്നതും ഇന്റലക്ച്വൽ ബുദ്ധിക്ക് വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ടേബിളും പറഞ്ഞു, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓർമ്മയുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ശരി. റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ താഴേക്ക്. നമ്മൾ പ്രീ നേറ്റൽ പോസ്റ്റ് നേറ്റൽ കാര്യമെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു ബേബി ബർത്ത് ചെയ്യാനായിട്ട് അമ്മയുടെ യൂട്രസിൽ നടക്കുന്ന പ്രോസസ്. പാരന്റ്സിന്റെ 2 പേരുടെയും ഒരു മ്യൂച്വൽ ലവ്, അതില് ഒരു ബേബിയുടെ ബർത്ത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ആക്ച്വലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ്സില് കുട്ടി വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ സറൗണ്ടിങ്സുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കുട്ടി വളരുന്നത്. എൻവയോൺമെന്റിൽ എന്തെല്ലാം ചേഞ്ചസ് നടക്കുന്നു, എൻവയോൺമെന്റിലെ പല ഫാക്ടേഴ്സിനെയും അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് കുട്ടിയുടെ ഗ്രോത്ത് വരുന്നത്. ഓക്കെ, നമുക്കറിയാം പലപ്പോഴും നമ്മൾ പറയും കുഞ്ഞു ബേബീസ് ആവുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ ഷൗട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ കുട്ടിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്ന രീതിയിൽ അത് ശ്രദ്ധിക്കണം. പാരന്റ്സ് ശ്രദ്ധിക്കണം, വീട്ടിലുള്ള ശ്രദ്ധിക്കണം. സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവര് കുട്ടിയെ അധികം പേടിപ്പിക്കരുത്.
അങ്ങനെ രീതിയിലൊക്കെ പറയും. ഇരുട്ട് ചിലപ്പോ ചെറിയ പ്രായത്തിൽ, അതുകൊണ്ട് ചെറിയൊരു ഡിം ലൈറ്റ് ഒക്കെ ആദ്യം വെക്കും. പതുക്കെ പതുക്കെ കുട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളതൊക്കെ മാറ്റി കുട്ടി ഇരുട്ടുമായിട്ട് അങ്ങോട്ട് ശരിയായി വരും. പിന്നെ ശബ്ദങ്ങളൊക്കെ ആയിട്ട് ശരിയായി വരും. അങ്ങനെ കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും എൻവയോൺമെന്റലിലെ ചേഞ്ചസ് എല്ലാം ഇത് അബ്സോർബ് ചെയ്താണ് കുട്ടി വളരുന്നത്. മോണ്ടിസോറി മെത്തേഡ് ആ ഒരു തീം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീം സബ്ജക്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, സ്റ്റഡി ആൻഡ് ലേൺ, അതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, ശരിക്കും തിമാറ്റിക് ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുന്നു വിത്തിൻ ദ ലിമിറ്റ്സ്. ഓക്കെ, അതാണ് വരുന്നത്. നമ്മൾ പ്രീനേറ്റൽ പോസ്റ്റ് നേറ്റൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, അങ്ങനെ ഓരോരോ അത് പറഞ്ഞു. ഞാൻ ആ മുകളിൽ കാണുന്ന 1, 2, 3 അത് ഞാൻ പറഞ്ഞിരുന്നോ? ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്, അതായത് കുട്ടിക്ക് തോന്നുന്നത് എനിക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്, പക്ഷേ വിത്തിൻ ദ ലിമിറ്റ്സ് അത് നമ്മൾക്കാണ് അറിയാവുന്നത്. നമ്മളൊരു കൺട്രോൾ വെച്ചിട്ടുണ്ട്, പക്ഷെ കുട്ടിക്ക് മാക്സിമം ഫ്രീഡം അവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അവർക്ക് ചുറ്റും ഒരു വട്ടം വരയ്ക്കുവാണെങ്കിൽ, ഒരു ത്രെഡ് വെച്ചൊരു സർക്കിൾ ഉണ്ടാക്കുവാണെങ്കിൽ ത്രെഡിന്റെ എൻഡ് നമ്മളുടെ കയ്യിലായിരിക്കും. അതുപോലെ കുട്ടി ഫ്രീഡം എൻജോയ് ചെയ്യുന്നു, ബട്ട് കൺട്രോൾ നമ്മളുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കാതെ ഫ്രീഡം എൻജോയ് ചെയ്യുന്നു. ആ രീതിയിൽ വേണം നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും നർച്ചർ ചെയ്യേണ്ടത്. നല്ല രീതിയിലുള്ള നർച്ചർ, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ഇനി ഡെവലപ്മെന്റ്, കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് വരുന്നത്. റിജു ഒന്ന് സ്ക്രോൾ ചെയ്തോളൂ കേട്ടോ. മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് തുടങ്ങിയാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഇത് അമ്മയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓവം എന്ന് പറയുന്നത്. യെസ് മതി. പീരിയഡ് ഓഫ് ഓവം നിങ്ങൾക്ക് കാണാം. കൺസെപ്ഷൻ ടു എൻഡ് ദി സെക്കൻഡ് വീക്ക്. കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കമിങ് പ്രഗ്നന്റ് അല്ലെ? അമ്മ പ്രഗ്നന്റ് ആണെന്നുള്ള ആ ഒരു സ്റ്റേജ് വരുന്നത് എങ്ങനെയാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലും അതുപോലെ തന്നെ മെയിൽ മദറിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന എക്സ് സെല്ലും അതാണ് ഓവം. ഓവം എന്ന് പറയുന്നത് സെൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതും ഫാദറിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സ്പേമും കൂടെ ചേർന്ന് അത് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് ബേബിയുടെ ഫസ്റ്റ് സ്റ്റേജ്. അതാണ് കൺസീവ് ആകുന്നു, അതാണ് ബിക്കമിങ് പ്രഗ്നന്റ്. ടു ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് വീക്ക് ആണ് പീരിയഡ് ഓഫ് ഓവം. ആ ഓവം എപ്പോഴും എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു കറക്റ്റ് പീരീഡിൽ വരുന്ന ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗും ഹെൽത്തി ആയിട്ടുള്ള സ്പെർമും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ബേബിയുടെ ആ ഫസ്റ്റ് സ്റ്റേജ്, കൺസീവ് ആകുന്ന ആ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ടു ദ എൻഡ് ഓഫ് ദി സെക്കൻഡ് വീക്ക് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നത് എംബ്രിയോ. പീരിയഡ് ഓഫ് എംബ്രിയോ. അപ്പൊ ഫസ്റ്റ് കൺസീവ് സ്റ്റേജ് തുടങ്ങി സെക്കൻഡ് വീക്ക് വരെ ആ എഗ്ഗും സ്പേമും കൂടെ, ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗും സ്പേമും കൂടെ ഫാദറിന്റെയും മദറിന്റെയും കൂടെ കമ്പൈൻ ചെയ്ത് ഫെർട്ടിലൈസ് ആയി മദർ കൺസീവ് ആവുകയാണ്. പിന്നെ എംബ്രിയോ എന്നുള്ള സ്റ്റേജിലേക്ക് പോവാണ്. പീരിയഡ് ഓഫ് എംബ്രിയോ. നിങ്ങൾക്ക് ഈ ഗൂഗിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലെയും പിക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് സബ്മിറ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കി വെക്കുക. പലർക്കും അറിയായിരിക്കും. അപ്പൊ ഈ ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ ഓരോരോ സ്റ്റേജ് ആണ് പറയുന്നത്. പീരിയഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് സെക്കൻഡ് വീക്ക് തുടങ്ങി 8th വീക്ക് വരെ എയർലി സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെന്റ് ആണ്. ഒരു ബേബി അമ്മയുടെ യൂട്രസിലായിരിക്കുമ്പോൾ തുടങ്ങിയുള്ള അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണ് ഡെവലപ്മെന്റിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ്. ഫസ്റ്റ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ദെൻ പറയുവാണ് അമ്മ കൺസീവ് ആയി എന്ന് പറയുവാണ്. ഇനി സെക്കൻഡ് വീക്ക് തുടങ്ങി 8th വീക്ക് വരെ എംബ്രിയോ എന്നുള്ള സ്റ്റേജ് ആണ്. അത് ഡെവലപ്മെന്റിന്റെ, ആ ബേബിയുടെ ചൈൽഡിന്റെ ഡെവലപ്മെന്റിന്റെ എയർലി സ്റ്റേജ് ആണ്. നെക്സ്റ്റ് ഇതായി. പിന്നെ ബേർത്ത് സംഭവിക്കുന്നു. ബാക്കി നമുക്ക് പറയുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. 8 months until birth. നെക്സ്റ്റ് ബർത്ത് വരെ 8 months until
ബർത്ത്. അത് അമ്മയുടെ യൂട്രസിനകത്ത് ഈ തലയുടെ പൊസിഷൻ ശരിയാകുന്ന ഒരു ടൈമാണ്. കാരണം പറയൂല്ലേ തല നേരെയായി വരുന്നുണ്ടെന്നൊക്കെ ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുമ്പോഴൊക്കെ പറയും 8 months അൺടിൽ ബർത്ത്. ആ സമയത്ത് ഹെഡ് സ്റ്റഡി ആയി വരും. ഹെഡ് ഇങ്ങനെ തിരിഞ്ഞ് വന്ന് ഡെലിവറിക്ക് കറക്റ്റ് ആ ടൈം ആകുമ്പോഴേക്കും ഹെഡ് കറക്റ്റ് പൊസിഷനിലേക്ക് വരുന്നു. അങ്ങനെ ഹെഡ് കറക്റ്റ് പൊസിഷനിലേക്ക് ആവാതെയൊക്കെ വരുമ്പോഴാണ് സിസേറിയൻ ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ബേബി തിരിഞ്ഞ് ഹെഡ് സ്റ്റഡി ആക്കി വെക്കുന്ന ഒരു പൊസിഷനിൽ പുറത്തേക്ക് വരാൻ റെഡി ആയിട്ടിരിക്കുന്നതാണ് 8 months അൺടിൽ ബർത്ത് വരുന്നത്. നെക്സ്റ്റ് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും ന്യൂ ബോൺ ബേബി പുറത്ത് വന്ന് 2 to 5 months അതിന്റെ ഓരോരോ ഡെവലപ്മെന്റാണ് പറയുന്നത്. സിറ്റിംഗ് ഇരിക്കാനായിട്ട് നോക്കുന്നു. ചിലപ്പോൾ ചില ബേബീസ് എല്ലാം 3 months 4 months ഒക്കെ ആകുമ്പോഴേക്കും ഇരിക്കുന്നൊക്കെ പറയണേക്കാം. 2 to 5 months. പിന്നെ ക്രോളിംഗ് എഴയുന്നു. പക്ഷെ 3 monthsലൊക്കെ എഴിയും എനിക്ക് ഓർമ്മ വയ്ക്കുന്നില്ല. സ്വന്തം കുട്ടികളുടെ കാര്യമാണ്. കമഴ്ന്ന് വീഴുന്നത് 3 months അത് അങ്ങനെ ഓർക്കുന്നുണ്ട്. ക്രോളിംഗ് 5 to 8 months ക്രോളിംഗ് ആ ഒരു സ്റ്റേജ്. ഇത് ഡിപ്പെൻഡ്സ്, ചില കുട്ടികളിൽ വ്യത്യാസം വരാം കേട്ടോ, ചെറിയ വ്യത്യാസങ്ങൾ, എന്നാലും ഓൾമോസ്റ്റ് ഈ ഒരു കാലയളവിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. പിന്നെ സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്, പിടിച്ചൊക്കെ നിൽക്കാൻ നോക്കുന്നത് 8 to 12 months. വാക്കിംഗ് നടക്കുന്നു 11 to 14 months. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലൈംബ് സ്റ്റെയർസ് കയറുന്നത് 13 to 15 months. ന്യൂബോൺ ബേബീസുള്ള അമ്മമാർക്ക് പെട്ടെന്ന് അത് പറയും. എനിക്കൊക്കെ എന്റെ ഓർമ്മയെന്നൊക്കെ അത് പോയി. റണ്ണിങ് 15 to 18 months ആ ഒരു സമയത്താണ് ഓടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എംബ്രിയോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓവത്തിന്റെ സ്പെർമിന്റെയും കമ്പൈൻ അത് വരുന്ന കാര്യങ്ങൾ. ഈ സ്പേമും എഗ്ഗും, അതായത് മദറിന്റെ സെല്ലായ എഗ്ഗും ഫാദറിന്റെ ആയ സ്പേമും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. സൈഗോട്ട് എംബ്രിയോ ആകുന്നു, പിന്നെ അത് ഫീറ്റസ് ആകും, പിന്നെ ബേബി ബർത്ത് ആവുന്നു. അതാണ് ആ പ്രോസസ്. സ്പേം പ്ലസ് എഗ് മീറ്റ് ചെയ്യുന്നു, അത് തമ്മിൽ കമ്പൈൻ ചെയ്ത് സൈഗോട്ടായി മാറുന്നു. സൈഗോട്ട് എംബ്രിയോ ആകുന്നു, എംബ്രിയോ ഫീറ്റസ് ആകുന്നു. ഫീറ്റസ് ഓരോരോ സ്റ്റേജ് ഡെവലപ്ഡ് ആയിട്ട് ന്യൂബോൺ ബേബി ആയിട്ട് ബർത്ത് ചെയ്യുന്നു. അതാണ് കുറച്ചുകൂടെ താഴെ അതിന്റെ ലൈഫ് സൈക്കിളിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ ശരിക്കും എന്താ പറയുന്നത്, യൂണിയൻ ഓഫ് എഗ് വിത്ത് സ്പേം, അതാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. ആ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കണോ, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ആ വായിക്കുമ്പോ പറയാം. താഴെ ഒരു സെന്റൻസ് ഉണ്ട്, സെക്കൻഡ് സെന്റൻസ് ആണെന്ന് തോന്നുന്നു. സൈഗോട്ട് വിച്ച് ഇസ് എ ഫെർട്ടിലൈസ്ഡ് സെൽ കണ്ടെയ്ൻസ് 46 chromosomes of 23 mother and ഫാദർ ആൻഡ് മദർ കോൺട്രിബ്യൂട്ട് 23 ഈച്ച് ആണ്. EAC എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സെന്റൻസ് സൈഗോട്ട് വിച്ച് ഇസ് എ ഫെർട്ടിലൈസ്ഡ് സെൽ കണ്ടെയ്ൻസ് 46 ടോട്ടൽ 46 chromosomes ആണ്. അതിൽ അമ്മയുടെ 23യും അച്ഛന്റെ 23യും ചേർന്നിട്ടാണ് ബേബിക്കുള്ള ഈ 46 chromosomes കിട്ടുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഹെറിഡിറ്ററി വരുന്നത്, ഈവൻ ചില മുട്ടിൽ നടക്കുന്നത്, മുടിയുടെ ടെക്സ്ചർ, സ്കിന്നിന്റെ രീതി. അപ്പൊ ശരിക്കും ഈക്വൽ ആയിട്ട് അമ്മയുടെ ഭാഗത്തുനിന്നും അച്ഛന്റെ ഭാഗത്തുനിന്നും കുട്ടിക്ക് കിട്ടുന്നുണ്ട്. സോ ആ ഒരു രീതിയായിരിക്കും കുഞ്ഞ് കാണിക്കുന്നത്. പിന്നെ ചിലപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് അമ്മയിൽ നിന്നും അച്ഛൻ്റെ നിന്നും വ്യത്യാസമായി ചില ഫാക്ടേഴ്സ് കുട്ടിയിലുണ്ടാവും. അത് പ്രീവിയസ് ജനറേഷനിലെ അതിന്റെ ആരുടെയെങ്കിലും അച്ഛൻ വീട്ടിൽ നിന്നും അമ്മ വീട്ടിൽ നിന്നും ഒക്കെ ആയിരിക്കും. പണ്ട് ആൾക്കാർ ഒരു വിവരമില്ലാതെ പല ഇതും പറഞ്ഞു പരത്തുമായിരുന്നു. പക്ഷെ അതല്ല ശരിക്കും കാര്യം. ഫാമിലിയിലെ ഏതെങ്കിലും ആളുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ജീനോ എന്തെങ്കിലും ആയിരിക്കാം കുട്ടിക്ക് ആ ഒരു വ്യത്യാസം. ചിലപ്പോൾ നല്ല വെളുത്ത അച്ഛനും അമ്മയ്ക്കും കറുത്ത കുട്ടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളാണ്. നിങ്ങളത് നോക്കുക. അതിൽ ക്രോമസോമിൽ X ക്രോമസോമും Y ക്രോമസോമും ഉണ്ടാകും. അങ്ങനെ എന്തുകൊണ്ടാണ് പെൺകുട്ടി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആൺകുട്ടി ആകുന്നത്, ഈ ക്രോമസോമിന്റെ ഏത് ഫാക്ടർ വെച്ചിട്ടാണെന്നുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മെഡിറ്റേഷൻ പോലെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സൈഗോട്ട് എഗ്ഗും സ്പേമും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സൈഗോട്ട് ഉണ്ടാവുന്നത്. ഈ വായിച്ചു.
പാരഗ്രാഫ് അത്രേ ഉള്ളൂ. ഇല്ല ജസ്റ്റ് ആ ഭാഗം വായിച്ചു ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് പേജിലാണ് അതിന്റെ ബാക്കി എൻഡ് ചെയ്യുന്നത്. റിജോക്ക് ഒന്ന് ഇതാക്കി കൊടുക്കണേ. ഇപ്പൊ അവര് വായിച്ചുകൊണ്ടിരിക്കുക. റിജോ അടുത്ത പേജിലേക്ക് പോകാമോ? എല്ലാരും വായിച്ചോ? അത്രയും വേണ്ട, മുകളിലത്തെ ഭാഗം കാണാലോ. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആയി കാണുന്നു. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും നമുക്ക് പറയുവാണെങ്കിൽ സംടൈംസ് ഈ ഫീറ്റൽ ഡെവലപ്മെന്റ്, ഈ ഒരു കുഞ്ഞിന്റെ ജീവന്റെ തുടുപ്പ് തുടങ്ങുന്നത് ഒരു പക്ഷെ അമ്മ അറിയുന്നതിന് മുമ്പ് തുടങ്ങും അല്ലെ? പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് ഫീറ്റൽ ഡെവലപ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരമ്മ താൻ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഫീറ്റൽ ഡെവലപ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഡെവലപ്മെന്റ് എൻഡ് ചെയ്യുന്നത് എന്താണ്? ബർത്ത് ഓഫ് ബേബി അല്ലെ? ഇൻ ബിറ്റ്വീൻ കൺസെപ്ഷൻ ആൻഡ് ഡെലിവറി മെനി സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. കൺസെപ്ഷൻ ആൻഡ് ഡെലിവറിക്ക് ഇടയ്ക്ക് പല സ്റ്റേജസ് ഉണ്ട്. ഇനി ഇതിൽ എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്? സൈഗോട്ട് ഫോം ചെയ്യുന്നത്, സ്പേമും എഗും കൂടെ കമ്പൈൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ ഫാദറിൽ നിന്നും 46 ക്രോമസോം ആണ് ആ ഒരു ഫീറ്റസിലേക്ക് പോകുന്നത്. ഫാദറിൽ നിന്നും 23യും മദറിൽ നിന്നും 23യും. ഈ ക്രോമസോംസ് ഒരു ത്രെഡ് ലൈക്ക് ബോഡീസ് ആണ്. ഇതിൽ തന്നെ ആയിരക്കണക്കിന് ഇൻവിസിബിൾ ആയിട്ടുള്ള ജീൻസ് ഉണ്ടായിരിക്കും. ഇതാണ് അവരുടെ ഒരു സ്വഭാവം, അവരുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന പല ആകുന്നത്. പലപ്പോഴും ഹെറിഡിറ്ററി ആയിട്ടുള്ള പേഴ്സണൽ നേച്ചർ, ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ്, പേഴ്സണൽ നേച്ചർ എല്ലാം ഈ ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ തന്നെ പറഞ്ഞു 23 ക്രോമസോമില് 23യും എക്സ് തന്നെയാണെങ്കിൽ കുട്ടി ഗേൾ ആയിരിക്കും. 22 എക്സും ഒരു വൈയും ഉണ്ടെങ്കിൽ കുട്ടി ബോയ് ആയിരിക്കും. അങ്ങനെയല്ലേ? അപ്പൊ ഫാദറിന്റെ ക്രോമസോം ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഈ ഫീറ്റൽ ഡെവലപ്മെന്റ് ഒരു ബേബി ബർത്ത് ആവുന്നവരെയും അമ്മയുടെ യൂട്രസില് അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ നടക്കുന്നതിന് 3 സ്റ്റേജസ് ആയിട്ടാണ് ശരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് ആണ്. ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമ്മയുടെ ഹെൽത്തി ആയിട്ടുള്ള എഗ്സെല്ലും അച്ഛന്റെ ഹെൽത്തി ആയിട്ടുള്ള സ്പെർമും കൂടെ കമ്പൈൻ ചെയ്യുന്ന അതൊരു ഷോർട്ടസ്റ്റ് പീരീഡ് ആണ്. ഈ ഡെവലപ്മെന്റിലെ ഷോർട്ടസ്റ്റ് പീരീഡ് ആണ്. അത് ജെർമിനൽ സ്റ്റേജ് എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് ഇവർ തമ്മിലുള്ള മീറ്റ് നടക്കുന്നത്. എഗ്ഗും സ്പേമും തമ്മിലുള്ള സൈഗോട്ട് ഫോം ചെയ്ത് സൈഗോട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്യാണ് യൂട്രസിലേക്ക്. ട്യൂബിൽ നിന്നും യൂട്രസിലേക്ക് കടന്നു. കാരണം അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് യൂട്രസിലാണുള്ളത്. പ്രഗ്നൻസി വന്ന് അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ട്
അത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ടല്ലോ. അപ്പൊ ഈ ട്യൂബിൽ നിന്നും ഇത് യൂട്രസിലേക്ക് ട്രാവൽ ചെയ്ത് പോകണം, എന്നാലാണ് ആ ഫീറ്റസ് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. എന്നിട്ട് അത് കുറച്ചുകൂടെ ഡെവലപ്പ് ആവുന്നതാണ് എംബ്രിയോ എന്നുള്ള സ്റ്റേജ് വരുന്നത്. കുറച്ചുകൂടെ ഡെവലപ്പ് ആകുന്നു. പിന്നെ ബാക്കി ആ കുട്ടി ബർത്ത് ആവാൻ വേണ്ടി യൂട്രസിൽ എന്തൊക്കെ കാര്യങ്ങളെല്ലാം ബാക്കി നടക്കണം, അതെല്ലാം അവിടെ ഫോം ചെയ്യുകയാണ്, പ്ലാസെന്റ അങ്ങനെയുള്ള കാര്യങ്ങൾ. യൂട്രസ് വാളില് ഇത് ശരിക്കും എന്താ പറയാ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന പോലെ പിടിച്ചു നിൽക്കണം. ചിലര് പ്രഗ്നൻസിയുടെ ഒരു റിസ്ക് പറയണ കേൾക്കാം, ആ യൂട്രസ് വാളിലേക്ക് ഇതങ്ങോട്ട് സ്റ്റിക്കായി നിൽക്കുന്നില്ല, അങ്ങനെ അത് അബൂഷണായി പോകുന്ന ചില കേസസ് ചില അമ്മമാർക്ക് വരാറുണ്ട്. പിന്നെ അവര് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അതൊക്കെ ശരിയാക്കി ചെയ്ത്. അപ്പൊ ആ വാളിൽ ഇത് പിടിച്ചിരിക്കണം തുടക്കത്തിന്. കാരണം ചെറിയൊരു ഇതാണല്ലോ, ചെറിയൊരു പാർട്ടാണ്. അപ്പൊ അത് ഡെവലപ്പായി വരുമ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആകുന്നത്. ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. പ്രഗ്നൻസിയുടെ 3rd വീക്ക് തുടങ്ങിയിട്ടാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അതില് എന്താ പറയാ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഫോം ചെയ്യുവാണ്. ഈ ഫീറ്റസിന്റെ സ്ട്രക്ചറും ഓർഗൻസ്, പിന്നെ ന്യൂറൽ ആയിട്ടുള്ള നെർവ്സും, അതുപോലെ ഹെഡ്, ഐസ്, മൗത്ത്, അങ്ങനെ ലിംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പൈനൽ കോഡുമായിട്ടൊക്കെ കണക്ട് ആവുന്നതും ബ്രെയിനിന്റെ ഭാഗവും എല്ലാം വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സെക്കൻഡ് സ്റ്റേജില് എംബ്രിയോണിക് സ്റ്റേജ് ആണ്. അത് 3rd വീക്ക് ഓഫ് പ്രഗ്നൻസിയിലാണ്. 3rd വീക്ക് ഓഫ് പ്രഗ്നൻസിയാണ് വരുന്നത്. എയ്ത്ത് വീക്ക് വരെ ഈ ഒരു സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കുട്ടിക്ക് നമുക്കറിയാം, ആദ്യത്തെ സ്റ്റേജിന്റെ ഒക്കെ പിക്ക് നോക്കുമ്പോൾ അതെന്ത് രൂപന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ആ സമയത്ത് പല അനിമൽസിനും ഒരേ രൂപ. ഇപ്പം എലിയുടെ അടുത്ത് നോക്കിയാലും ഹ്യൂമന്റെ അടുത്ത് നോക്കിയാലും ഒരു ലിസാർഡ്, പല്ലിയുടെ അടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് ആ തുടക്കത്തിലെല്ലാം ഒരേപോലെ ഇരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോഴാണ് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ഷേപ്പിലേക്ക് പോകുന്നത്. നമുക്ക് പിക്ചേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ഹേർട്ട് ഫോം ചെയ്ത് പൾസ് ചെയ്യാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ്. ആ സമയത്താണ് പല ഓർഗൻസും ഷേപ്പ് ആകുന്നത്. അപ്പൊ പലപ്പോഴും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് മോർണിംഗ് സിക്നസ് ഒക്കെ വരില്ലേ, നോസിയ, വൊമിറ്റ് ചെയ്യാനും തലകറക്കവും അങ്ങനെ ഓരോരോ പ്രശ്നം തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജ് വരുമ്പോഴാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതൊരു 3rd മന്ത് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്ക് ആണ് സംഭവിക്കുന്നത്. 3rd മന്ത് അല്ല, 3rd വീക്ക് കേട്ടോ. 3rd വീക്ക് ടു 8th വീക്ക് വരെയാണ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത്. പിന്നെ 9th വീക്ക് തുടങ്ങി ബർത്ത് വരെയാണ് ലാസ്റ്റ് സ്റ്റേജ്, 3rd സ്റ്റേജ്, ഫീറ്റൽ സ്റ്റേജ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആ ഒരു ബേബിയുടെ ജെൻഡർ ഏതാന്ന് മനസ്സിലാകുന്ന ഒരു സമയം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് ഇങ്ങനെ മനസ്സിലാകും കുട്ടിയുടെ വെയിറ്റ്. പിന്നെ അതുപോലെ തന്നെ ആക്ച്വലി ആ സ്കാനിങ്ങിലൊക്കെ കുട്ടിയുടെ സെക്സ് ഒക്കെ മനസ്സിലാകും. പക്ഷെ നമുക്കങ്ങനെ അത് പുറത്ത് പറയാൻ പാടില്ലാത്ത അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സ്കാൻ ചെയ്യുമ്പോൾ ചില സമയത്ത് അൾട്രാസൗണ്ട് സ്കാൻ മാത്രമല്ല, ഈ ഡോപ്ലർ സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടി കോട്ടുവായിടുന്നത് അങ്ങനത്തെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫുൾ രൂപമായിട്ട് തന്നെ നമുക്ക് ആളെ കാണാനായിട്ട് പറ്റും. കണ്ണ് ഇറുക്കി അടച്ച് പിന്നെ കൂട്ടുവായി കിടന്നൊക്കെ നമുക്ക് ആ ഒരു കാണാനായിട്ട് പറ്റും. ഇത് ഒരു ഓവർവ്യൂ പറഞ്ഞതാണ്. ഞാൻ ഒരു 3 സ്റ്റേജിന്റെയും ഒരു ഓവർവ്യൂ പറഞ്ഞതാണ്. ഫീറ്റസിന്റെ ഡെവലപ്മെന്റിന്റെ ഓവർവ്യൂ പറഞ്ഞത് അത് തന്നെയാണ് നമുക്ക് നമ്മളുടെ നോട്ടിൽ വരുന്നത്. പിന്നെ നഖം, മുടിയൊക്കെ വളരുമല്ലോ. ചില കുട്ടികളെ കാണാറില്ലേ, ജനിച്ച ഉടനെ തന്നെ ഭയങ്കര നീളമുള്ള മുടി, നഖത്തിന് ഭയങ്കര നീളമായിട്ടൊക്കെ കാണും. നമ്മൾ അങ്ങനെ ഫിംഗർ നെയിൽസ് എല്ലാം വളരുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജ് ഉണ്ട്. ലാസ്റ്റ് സ്റ്റേജിലാണ് ചിലപ്പോൾ വെയിറ്റ് നല്ല പോലെ കൂടുന്ന ഒരു സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് ആണ്. പലപ്പോഴും ആദ്യത്തെ സ്കാൻ ഒക്കെ നോക്കുമ്പോൾ വെയിറ്റ് അങ്ങോട്ട് കൂടിയിട്ടില്ല എന്നൊക്കെ ഒരു ഇത് പറയും. പക്ഷെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ വെയിറ്റ് ഒക്കെ നോർമൽ വെയിറ്റിലേക്കൊക്കെ വരുന്ന ഒരു ടൈമാണ്. ഇതൊക്കെയാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് നോക്കാം. പീരിയഡ് ഓഫ് ദ ഓവം അതിന് പറഞ്ഞിരുന്നു. കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്, അതായത് ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗും
സ്പേമും കൂടെ കമ്പൈൻ ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് തുടങ്ങി. ബർത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫെലോപ്പിയൻ ട്യൂബിലാണത്. പിന്നീട് അത് അങ്ങനെ കമ്പൈൻ ചെയ്ത് സൈഗോട്ടാണ് ഫോം ചെയ്യുന്നത്. ആ സൈഗോട്ട് യൂട്രസിലേക്ക് ട്രാവൽ ചെയ്യുന്നു. പിന്നെ അത് അവിടെ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു പാരഗ്രാഫ് പീരിയഡ് ഓഫ് ദ ഓവം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞു. പാരഗ്രാഫ് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഓവറി നമുക്കറിയാം, വുമൺ ഇതിന് 2 സൈഡ്സിലായിട്ട് ഓവറീസ് ഉണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും. ഈ ഓവറിന്ന് ലിബറേറ്റ് ചെയ്യുന്ന എഗ് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് പോകുന്നു. അവിടെ അത് ലാസ്റ്റ് അബൌട്ട് 24 hours സ്പേം വരുവാണെങ്കിൽ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. ഫെർട്ടിലൈസേഷന് ശേഷം അത് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് മെനി സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് കീപ്പ് ഓൺ മൂവിങ്, ഫെലോപ്പിയൻ ട്യൂബിലൂടെ മൂവ് ചെയ്ത് നേരെ യൂട്രസിൽ എത്തുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിക്ക് ആയിട്ടിരിക്കുന്ന പോലെ, ഒട്ടിയിരിക്കുന്ന പോലെ ഇരിക്കും ഇംപ്ലാന്റേഷൻ. ആ പ്രോസസ് നടക്കും. യൂട്രസിനെ അറ്റാച്ച് ചെയ്യും. അത് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. അവിടെയാണ് അതിന് വളരാനുള്ള എല്ലാ സംവിധാനവും. അവിടെ അത് കണ്ടിന്യൂസ്ഡ് ഗ്രൂ. ഈ ഇംപ്ലാന്റേഷന്റെ സമയത്ത് പ്ലാസെന്റ ഡെവലപ്പ് ചെയ്യും. ഈ പ്ലാസെന്റ വഴിയാണ് ഇതിന് വേണ്ടുന്ന ന്യൂട്രീഷ്യൻസ് എല്ലാം അമ്മയിൽ നിന്ന് ഇതിന് കിട്ടുന്നത്. ബ്ലഡ് സ്ട്രീം ഓഫ് ദ മദർ, അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് ഇത് ആണ് ഒരു മീഡിയമായിട്ട് അംബ്ലിക്കൽ കോഡും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിലൂടെ ഇതിന് വേണ്ടുന്നതെല്ലാം കിട്ടും. പുറത്തിറങ്ങുമ്പോൾ കോഡ് കട്ട് ചെയ്യുന്നു, കുട്ടിയും അമ്മയും രണ്ടായി മാറുവാണ്. ഓക്കെ, പിന്നെ കുട്ടിക്ക് സെപ്പറേറ്റ് ഫുഡ് കൊടുക്കുവാണ്. ബ്രസ്റ്റ് മിൽക്ക് തുടങ്ങി സെപ്പറേറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. ഓരോരോ ഏജ് വരുമ്പോൾ അതിനനുസരിച്ച് ഭക്ഷണം. അതുവരെയും അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്നായിരുന്നു ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് 2 വീക്സ് ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗെറ്റിംഗ് റെഡി പീരീഡ് ആണ്. അമ്മയാവാൻ വേണ്ടി റെഡി ആവുന്ന ഒരു പീരീഡ് അല്ലെ. ബോഡി അപ്പൊ പല ഹോർമോൺസും എന്താ പറയാ റിലീസ് ചെയ്യും. യൂട്രസ് പ്രിപ്പയർ ആകുന്നു, ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് യൂട്രസ് പ്രിപ്പയർ ആകുന്നു. സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും ഓവുലേഷൻ സംഭവിച്ച്
വെച്ച് എഗ് റിലീസ് ആവുന്നു, സ്പേം മീറ്റ് ചെയ്യുന്നു, ഓവുലേഷന് ശേഷം പ്രഗ്നൻസി കണ്ടിന്യൂസ് ആണ്. വീക്ക് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈഗോട്ട് ഫോം ചെയ്തു, സൈഗോട്ട് ഫെലോപ്പിയൻ ട്യൂബിലൂടെ യൂട്രസിലെത്തി പ്ലാസന്റ ഫോം ചെയ്യുന്നു. എന്താ പറയാ, ഒരു സാക്ക് ആണല്ലേ, വാട്ടർ സാക്ക്. പലപ്പോഴും അത് ചില സമയത്ത് കോംപ്ലിക്കേഷൻ വരുമ്പോൾ ഡെലിവറി അടുക്കാറാവുമ്പോൾ അത് പൊട്ടുന്നു, വെള്ളം പുറത്തേക്ക് വരുന്നു, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെ, അങ്ങനത്തെ കേസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെ, അമ്നിയോട്ടിക് സാക്ക്. അപ്പൊ ഇതെല്ലാം ഒരു ഫീറ്റസിന് ഒരു കുഷ്യൻ പോലെയാണ് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. പ്രഗ്നൻസി സമയത്ത് പുറത്തേക്ക് വരാറാവുമ്പോഴാണ് ഇതെല്ലാം ബ്രേക്ക് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഏതാ പറയുന്നത്? ഫസ്റ്റ് ഒരു സെക്കൻഡ് മന്ത് ഒക്കെ ആകുമ്പോഴാണ് പലപ്പോഴും മോസ്റ്റ് പീപ്പിൾ റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് ദേ ആർ പ്രഗ്നന്റ്. നമ്മൾ ഇതിനെ പ്രിപ്പയർഡ് അല്ലാതെ നമ്മളങ്ങനെ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അപ്പോഴാണ് അറിയാം. സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴാണ് പ്രഗ്നന്റ് ആണ്, ഒരു ചെറിയ സിംറ്റംസ് ഒക്കെ മനസ്സിലായി തുടങ്ങും. പിന്നെ വീട്ടിൽ തന്നെ അതിനെ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്ത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാവും. പിന്നെ അതിനനുസരിച്ച് ഗൈനക്കോളജിസ്റ്റിനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. സിംറ്റംസ് ആ ഒരു ടൈമിലാണ് പലപ്പോഴും കാണുന്നത്, ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് പീരീഡ് ഓഫ് ദി എംബ്രിയോ. ഞാൻ അതിന് ഫസ്റ്റ് പീരീഡ് ഓഫ് ദി ഓവം നമ്മൾ കഴിഞ്ഞു, പീരീഡ് ഓഫ് ദി എംബ്രിയോ. നെക്സ്റ്റ് എംബ്രിയോ. അപ്പൊ സൈഗോട്ടിന്ന് എംബ്രിയോ, ദെൻ ഫീറ്റസ്, ദെൻ ന്യൂബോൺ ബേബി, ബർത്ത് നടക്കുന്നു. അങ്ങനെയാണ് നെക്സ്റ്റ് പീരീഡ് ഓഫ് എംബ്രിയോ. പീരീഡ് ഫ്രം 2nd to 8th week ആഫ്റ്റർ കൺസെപ്ഷൻ. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു. റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ, താഴത്തെ 2 പാരഗ്രാഫ് കാണുന്ന രീതിയിൽ ഒന്ന് വെക്കണേ. യെസ്. ഓക്കെ, ചെറിയൊരു പാരഗ്രാഫ് അല്ലേ, വായിച്ചു കഴിഞ്ഞോ? നമ്മൾ ഫസ്റ്റ് ഓവത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓവം അത് പറഞ്ഞു. സൈഗോട്ട് ഫോം ചെയ്യുന്നത് അത് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് യൂട്രസിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുവാണ്. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴാണ് പ്രഗ്നൻസി കറക്റ്റ് ആകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഇംപ്ലാന്റേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റെപ്പാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ അത് അബോർഷൻ ആയിട്ട് പോകും. അപ്പൊ അതാണ് ഫസ്റ്റ് ഇംപ്ലാന്റേഷൻ. പിന്നെ ന്യൂട്രിയൻസ് അമ്മയുടെ ബ്ലഡിൽ നിന്ന് കിട്ടുന്നു. അവിടെ കുറെ അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ് ഇത് കുഷനിങ് എഫക്റ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് എംബ്രിയോ എന്നുള്ളത് ദ പീരിയഡ് ഫ്രം 2nd to 8th week ആഫ്റ്റർ കൺസെപ്ഷൻ. ആ ഫസ്റ്റ് 2 months ആ ജീവനുള്ള അത് പറയുന്നത് എംബ്രിയോ ആണ്. ഈ സമയത്ത് എല്ലാം ഡെവലപ്പ് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു വീക്ക് 5 ഒക്കെ ആകുമ്പോൾ ബ്രെയിൻ റിലേറ്റഡ് അതിന്റെ ന്യൂറൽ ട്യൂബ്, സ്പൈനൽ കോഡ്, അതുപോലെ തന്നെ ബ്രെയിനിന്റെ ന്യൂറോ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ടിഷ്യൂസും എല്ലാം ആ ഒരു സമയത്ത് ഫോം ചെയ്യും. ഹാർട്ടിനൊരു ടൈനി ട്യൂബ് ആയിരിക്കും, അതിങ്ങനെ പൾസ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ വീക്ക് 6 ഒക്കെ ആകുമ്പോഴേക്കും കൈയും കാലും ഒക്കെ ചെറുതായിട്ട് ഫോം ചെയ്യും. പിന്നെ എന്താ പറയാ, ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ബ്ലഡ് സെൽസ് എല്ലാം ഷേപ്പ് ആകും, സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും.
ചെവി, കണ്ണ്, വായ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഫോം ചെയ്യും വീക്ക് 6 ആകുമ്പോൾ. അപ്പൊ ഈ എന്താ പറയാ, ഈ സമയത്ത് പൾസ് എല്ലാം മനസ്സിലാകും. പിന്നെ ലങ്സ്, ലിവർ, സ്റ്റൊമക് അങ്ങനെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. പിന്നെ ഈ സമയത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്തൊക്കെ നോക്കുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ബോഡിയുടെ പാർട്സ് വെച്ച് നോക്കുമ്പോൾ തല ഒട്ടും പ്രൊപ്പോർഷൻ ആയിരിക്കില്ല. തലയുടെ ഭാഗം ഇങ്ങനെ വലുതായിട്ടിരിക്കും. അത് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ സ്റ്റേജിന്റെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. തല ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഇരിക്കും, ബാക്കി ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട്, കൈയുടെ ഭാഗമൊക്കെ കാലമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കും. ബോൺസ് എല്ലാം ആകും. എല്ലാ മേജർ ഓർഗൻസും ബോഡിയിലെ എല്ലാ സിസ്റ്റവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒരു വീക്ക് 8 ഒക്കെ ആകുമ്പോൾ. ഈ എംബ്രിയോയുടെ കൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കുള്ളത് പോലെ ശരിക്കും ഒരു 10 ഫിംഗേഴ്സ് ആ രീതിയിലായിരിക്കില്ല. ഈ എന്താ പറയാ, പല്ലിയുടെ ഒക്കെ പോലെ വെബ് ടൈപ്പ് അല്ലേ, ഇങ്ങനെ ഈ കോഴി, താറാവിനൊക്കെ ഇങ്ങനെ രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ, എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന വെബ് ടൈപ്പ് ഫിംഗേഴ്സും അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഹാൻഡ്സും ഫീറ്റും ഒക്കെ ആ ഒരു ഷേപ്പ് ആയിരിക്കും. പിന്നെ അംബ്ലിക്കൽ കോഡ് ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ബ്ലഡ് ഈ എംബ്രിയോയിലേക്ക്, ഈ ജീവന്റെ തുടിപ്പിലേക്ക് ഓക്സിജൻ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 8 മന്ത് വരെയുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എംബ്രിയോയുടെ കാര്യം, നമ്മുടെ മേജർ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. തല കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. പ്രൊപ്പോർഷണൽ ആകുന്നില്ല ബോഡി പാർട്സ്, പക്ഷെ എല്ലാ പാർട്സും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് പീരിയഡ് ഓഫ് ഫീറ്റസ് ആണ് ഫ്രം 8 weeks until birth. അതാണ് ഫീറ്റസ് സ്റ്റേജ് വരുന്നത്. അത് വായിച്ചു. ഓക്കെ, വായിച്ചോ. ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഗ്രോത്ത് ആണ്. അതായത് ആക്ച്വലി ഒരു 3 months ഒക്കെ കഴിയുമ്പോൾ അമ്മമാർക്ക് ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. ആ മോർണിംഗ് സിക്നസ് ഒക്കെ ഒന്ന് മാറി അവർക്ക് കുഴപ്പമില്ലാണ്ട് വരും. എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. കാരണം അബോർഷൻ ആകാനുള്ള അല്ലെങ്കിൽ മിസ്കാരേജ് സംഭവിക്കാനുള്ള ചാൻസ് ഓൾമോസ്റ്റ് ഇല്ലാതാകുന്ന ഒരു ടൈം. ഫസ്റ്റ് ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അതുപോലെ ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ ഫസ്റ്റ് 3 months. നമ്മള് 3 ട്രൈമസ്റ്റർ ആയിട്ടാണ് ഈ പ്രഗ്നൻസി പീരീഡിനെ ഡിവൈഡ് ചെയ്യുന്നത്. 3 അങ്ങനെ. അപ്പൊ ഫസ്റ്റ് 3 months ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. എല്ലാ ബേബിയുടെ ഓർഗൻസ് എല്ലാം ബിഗർ ആൻഡ് സ്ട്രോങ്ങർ ആയി കഴിഞ്ഞു. 5th month onwards ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് കേൾക്കാം, അവരുടെ ആ ഒരു പൾസും ബീറ്റ്സും എല്ലാം കേൾക്കാം. പിന്നെ ബേബി ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യാണ്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ അമ്മയുടെ വയറ്റിലെ ആ സ്കിന്നില് നല്ല പോലെ ബൾജ് ചെയ്ത് കാണാനായിട്ട് പറ്റും. കൈ, കാലൊക്കെ ചിലപ്പോൾ കിക്കിംഗ് ഔട്ട്, അങ്ങനെ തൊഴിക്കുന്നു എന്നൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ. പിന്നെ ഈ സ്കാൻ ചെയ്യുമ്പോൾ ചില സമയത്ത് ബേബീസ് ഇങ്ങനെ കൈവിരല് ഇങ്ങനെ കുടിക്കുന്നതും പിന്നെ ഇങ്ങനെ എന്താ പറയാ യാൺ ചെയ്യുന്നതും അങ്ങനെയൊക്കെ കാണാം. ഓട്ടുവായിടുന്നത്, അങ്ങനെ പിന്നെ സ്ട്രെച്ച് ചെയ്യുന്നത്, കൈയും കാലും ഒക്കെ സ്ട്രെച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ, അങ്ങനത്തെ സീൻസ് എല്ലാം ഈ ഡോപ്ലർ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ ആ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പൊ 3rd month കഴിയുമ്പോൾ തുടങ്ങി ഫീറ്റസിന്റെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. പിന്നീട് റാപ്പിഡ് ഗ്രോത്ത് സംഭവിക്കുന്നതാണ്. അത് 2nd trimester എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് പാർട്ട് ഓഫ് ദി പ്രഗ്നൻസി എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ബെസ്റ്റ് പാർട്ടാണ് നെക്സ്റ്റ് 3 months. ഫസ്റ്റ് 3 months നമ്മൾ കുറെ കെയർ എടുക്കണം. നമുക്ക് കുറെ മോർണിംഗ് സിക്നസ് വരും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് അമ്മമാർക്ക് വരും. അടുത്ത 3 months എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പാർട്ടാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം, നമ്മൾ നല്ലതുപോലെ എന്റർടൈൻമെന്റ്, മ്യൂസിക് അല്ലെങ്കിൽ
അങ്ങനെയെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് സെക്കൻഡ് സെമസ്റ്റർ. ആ നെക്സ്റ്റ് 3 months ഡിസ്കംഫർട്ട് ഒക്കെ നമുക്ക് കുറെ അമ്മമാർക്ക് കുറെയൊക്കെ പോകും. പിന്നെ ലാസ്റ്റ് തേർഡ് ഇത് വരുന്നത് ലാസ്റ്റ് 3 months പിന്നെ വരുന്ന കാര്യങ്ങൾ പ്രിപ്പയർഡ് ആയി, ബേബി ബർത്തിന് പ്രിപ്പയർഡ് ആയി, നമ്മളും ഡെലിവറിക്ക് പ്രിപ്പയർ ആയി, മെന്റലി ഫിസിക്കലി എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ലാസ്റ്റ് പേജ് ആണ് റിജു. റിജു ലാസ്റ്റ് പേജ് വായിച്ചോ. ബേബി അറ്റ് ബർത്ത്, കുട്ടി പുറത്തേക്ക് വരുന്ന ഉള്ള കാര്യമാണ് പറയുന്നത്. Finish, ma'am. നോർമൽ വെയിറ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് 2.5 എങ്കിലും വേണമെന്ന് പറയൂ അല്ലെ ഡോക്ടർ? അബൌട്ട് 3 kg ആണ് പറയുന്നത്, എന്നാലും 2.5 ഓക്കെയാണ്. വെയിറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുട്ടിയെ കുറച്ചുകൂടെ കെയർ ചെയ്യണമെന്ന് പറയും. പിന്നെ ജനിച്ച ഉടനെ തന്നെ കുട്ടി കരയണമെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഹെൽപ്സ് ലങ്സ് ഓഫ് ദ ചൈൽഡ് അപ്പോഴാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇങ്ങനെ കരയുമ്പോൾ ലങ്സ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ആ ന്യൂബോൺ ചൈൽഡ് എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. മോണ്ടിസോറി മെത്തേഡിൽ അത് തന്നെയാണ് പറയുന്നത്, അബ്സോർപ്ഷൻ ഫ്രം ദി എൻവയോൺമെന്റ്. എൻവയോൺമെന്റുമായിട്ട് എല്ലാ രീതിയിലും അബ്സോർബ് ചെയ്യുവാണ്, അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പെട്ടെന്ന് നടക്കുന്നു. പിന്നെ ഇനീഷ്യൽ പീരീഡിൽ എന്തെങ്കിലും സാധാരണമല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിയിൽ കാണുവാണെങ്കിൽ സിംറ്റംസ് ലൈക്ക് ഷോക്ക് ചെയ്യുക, പെട്ടെന്ന് ശ്വാസത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് പുതിയ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്നതാണ്. പലപ്പോഴും ചിലപ്പോൾ അതിന് ഡസ്റ്റ് അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട് അതുമൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരണം. ചിലപ്പോൾ കുറെ കരയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് അത് അഡ്ജസ്റ്റ് ആവും. പെട്ടെന്ന് ചാടി എണീക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ. കാരണം അതുവരെയും അകത്തായിരുന്നു, ഡേ എന്താ നൈറ്റ് എന്താന്ന് മനസ്സിലാവുന്നില്ല, ഇരുട്ടറിയില്ല, വെളിച്ചം അറിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പുറത്ത് വരുമ്പോൾ പുറത്തെ ടെമ്പറേച്ചറും യൂട്രസിനകത്തുണ്ടായിരുന്ന ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോ സ്നീസിങ്, തുമ്മല് വരാം, പെട്ടെന്ന് ഒരു ചുമ പോലെ വരാം, അങ്ങനെ എന്തെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ വരാം, ചിലപ്പോൾ ശ്വസിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ ഒരു ശബ്ദം പോലെയൊക്കെ ഉണ്ടാവാം. അപ്പൊ അതെല്ലാം കുറച്ച് കഴിയുമ്പോഴേക്കും ബേബി ഒരു എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി പോകും. കുട്ടി ബർത്തിന്റെ സമയത്തുള്ള ആ അഡ്ജസ്റ്റ്മെന്റ് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ലൈഫിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ അത് സോഷ്യോ ആൻഡ് എക്കണോമിക് എൻവയോൺമെന്റ്, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നു. വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഏതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് പോകുന്നു അവിടുത്തെ എൻവയോൺമെന്റ് ആയിട്ട്, പഠിക്കാൻ പോകുന്നതാണെങ്കിൽ അങ്ങനെ, ജോലിക്ക് പോകുന്ന ടൈം ആകുമ്പോൾ അങ്ങനെയാകുമ്പോൾ എല്ലാ എൻവയോൺമെന്റുമായിട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരിക്കും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിൽ വരുന്നത്. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡില് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദി എൻവയോൺമെന്റ് എന്ന് അത് ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും പറയും. ഓക്കെ, അപ്പോ പിന്നെ 23 വീക്ക് ഒക്കെ ആകുമ്പോൾ സംടൈംസ് പ്രിമച്വർ ബേബീസ് ഉണ്ടാകാറുണ്ട് അല്ലെ? പ്രിമച്വർ ബേബീസിന്റെ കെയർ ഉണ്ട്, ബോൺ പ്രിമച്വർലി. അങ്ങനെ വരുമ്പോൾ ഈ ഫീറ്റസ് ഇന്റൻസീവ് കെയർ കൊടുക്കണം. അത് 23 വീക്കിന് 7ാം മാസത്തിൽ പ്രസവിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പം ഫീറ്റസിന് ഇന്റൻസീവ് ആയിട്ട് കെയർ കൊടുക്കും. അങ്ങനെ എന്നിട്ട് കുട്ടിയെ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം പിന്നെയും കുറെ നാൾ കൂടി യൂട്രസിനകത്ത് കഴിയേണ്ട കുട്ടിയായിരുന്നു. പക്ഷെ അതിനെ
ഇന്റൻസീവ് കെയർ കൊടുത്ത് എൻവയോൺമെന്റുമായി അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ആരോഗ്യം വെക്കുമ്പോഴാണ് അമ്മയും കുഞ്ഞിനും ഒരുമിച്ച് അവര് വീണ്ടും പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ബേബിയുടെ ഫീറ്റൽ ഡെവലപ്മെന്റിൽ പറഞ്ഞത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ്? എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരുടെങ്കിലും കണ്ടതോ സ്വന്തം കാര്യമോ? മാം പറയട്ടെ. പറഞ്ഞോളൂ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് ബേബി ആൺകുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ നമുക്ക് പൊതുവെ പെൺകുട്ടി ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിന്റെ അടുത്ത്, എന്താണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് കുഞ്ഞാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ അവര് പറയാൻ ഭയങ്കര മടി, പറഞ്ഞു തരില്ല. കാരണം പെൺകുട്ടികളാവുമ്പോ കുറെ പേര് ഭ്രൂണഹത്യയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അത് പറയാത്തത്. അപ്പൊ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പെൺകുട്ടി ആവാനാണ് ആഗ്രഹം, അപ്പൊ അതാണോന്ന് ചോദിച്ചു. അപ്പൊ മാഡം എനിക്ക് പറഞ്ഞു തന്നു അതേന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം. കാരണം ഫസ്റ്റ് ആൺകുട്ടി ആയതുകൊണ്ട് രണ്ടാമത്തെ പെൺകുട്ടിനോട് വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ട്, അല്ലാണ്ട് അവര് പറയില്ല, പറയാൻ പാടില്ല എന്ന് പറയാ ഇങ്ങനെ ചെയ്യുന്നോണ്ട്. ഇവരിങ്ങനെ പറയില്ലല്ലോ, കാരണം അവിടെയൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണല്ലോ ഇങ്ങനെ പറയുന്നത്. ചോദിക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ട്, പക്ഷെ എന്നാലും ഒരു ആകാംക്ഷ അറിയാൻ വേണ്ടിയിട്ടുള്ള അതായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യുന്ന ഒരു ഏജ് വരുമല്ലോ, അപ്പൊ നമുക്ക് ഈ സ്കാനിങ്ങിന് പലപ്പോഴും മനസ്സിലാകാറുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ. അവര് പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് മാറ്റും. അപ്പൊ എനിക്ക് എന്റെ രണ്ടാമത്തെ കുട്ടി മോനാന്ന് ആദ്യം അറിയായിരുന്നു സ്കാനിങ് കഴിഞ്ഞപ്പോ. ഞാൻ ആരോടും പറഞ്ഞില്ല. അത് XY അങ്ങനെയല്ലേ വരുന്നത്? XSY അങ്ങനെ. പക്ഷെ ഞാൻ ബയോളജി ആയപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു, എന്നാലും ഗേളും അങ്ങനെ പറയും. പിന്നെ ഒരു ഫുൾ ടൈം പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വീക്സ് ആണ്, അതായത് 280 days. അത് ഡിപ്പെൻഡിങ് ഓൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്ലസ് ഓ മൈനസ് ഒരു ഡിഫറൻസ് വരും. 40 വീക്സ് ആണ് ശരിക്കും ഒരു ഫുൾ ടേം പ്രഗ്നൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 280 days. മാം, യെസ്. അമ്മമാരുടെ യൂട്രസ് വലുതാവും തോറും കുട്ടികളുടെ വളർച്ചയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണോ? അതെ അതെ അതെ. പിന്നെ ചില കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് ഈ ബെഡ് റെസ്റ്റ് പറയുന്നത്. കുട്ടി പെട്ടെന്ന് ഇറങ്ങി വരുന്നു, 7 month ഒക്കെ ആവുമ്പോ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോ കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ പറയാറുണ്ട്. ചില അങ്ങനെ കേസസ് കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെയായിരുന്നു മാം. 7 month എന്റെ മദർ 7 monthലാണ്. ഓ ശരി. എന്നിട്ട് എങ്ങനെയായിരുന്നു കെയറിങ്? കുറച്ചു ദിവസം ഇൻക്യുബേറ്ററിൽ ഇട്ടു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുട്ടി സ്വന്തമായിട്ട് പാല് കുടിക്കാൻ തുടങ്ങിയപ്പം പുറത്തേക്ക് കൊടുത്തു. അതുവരെ ഇൻക്യുബേറ്ററിൽ ഇട്ട് അവരിങ്ങനെ ഫുള്ള് പഞ്ഞിയുടെ ഉള്ളിലായിട്ട് പൊതിഞ്ഞു വെക്കുക ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നോ? പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു 3-4 days കഴിഞ്ഞപ്പോൾ ഫീഡ് ചെയ്തു അത്ര. അങ്ങനെ ചെയ്യാറില്ല കുട്ടികൾ. അപ്പൊ കുറച്ചും കൂടെ 1 month ഒക്കെ ഇടാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് ഫീഡ് ചെയ്തത് കാരണം അവര് പെട്ടെന്ന് പുറത്തെടുത്തു അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ആ ടൈമിലല്ല, കുറച്ച് മുമ്പൊക്കെ ആകുമ്പോ ഭയങ്കര റിസ്ക് അല്ലേ, എല്ലാ ഹോസ്പിറ്റലിലൊന്നും ഈ ഇംഗ്ലീഷൊന്നും ഇല്ല. നമുക്ക് ഈ യൂണിറ്റിന് നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നിങ്ങൾക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം. നാളെ മോർണിംഗ് തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടും, 5 or 10 questions. അത് ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഈ യൂണിറ്റിന് ആക്ടിവിറ്റീസ് ഇല്ല, ഫർദർ ആക്ടിവിറ്റീസ് ഇല്ല. പിന്നെ ഞാൻ ഇമ്മ്യൂണൈസേഷന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മലയാളത്തിലാണ്. അത് നോക്കി എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. മാം, ഈ ട്വിൻസിന്റെ ക്രോമസോം അതെങ്ങനെയാ? ട്വിൻസ് ബേബി ആണെങ്കിൽ ഈ എഗ്ഗും സ്പേമും കൂടെ കമ്പൈൻ ചെയ്ത് സൈഗോട്ടായിട്ട് ഫെലോപ്പിയൻ ട്യൂബിന്ന് യൂട്രസിലേക്ക് പോവില്ലേ, ആ സമയത്ത് ഡിവിഷൻ ഓഫ് സെൽസ് ആണ് നടക്കുന്നത്. അതിലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സെല്ലായിരിക്കാം ബേബി ആവുന്നത്. ചില സമയത്ത് 2 എണ്ണം ഹെൽത്തി ആവും. അങ്ങനെയാണ് ടിൻസസ് അല്ലെങ്കിൽ എന്താ പറയാ 3 എണ്ണം 4 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അത് ഈ സെല്ലിന്റെ ഫോർമേഷൻ, സെൽ ശരിക്കും ഡിവൈഡ് ചെയ്യുവാണ്. ഡിവൈഡ് ചെയ്തിട്ട് അത്
ആക്റ്റീവ് ആയിട്ടുള്ളതാണ് ബേബി ആയിട്ട് വരുന്നത്. സംടൈംസ് 2 ആക്റ്റീവ് ആകും, സംടൈംസ് 3 അല്ലെങ്കിൽ 4. അത് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ചില ആൾക്കാര് പലപ്പോഴും 3-4 ഒക്കെ ഉണ്ടാവുന്നത്. അത് അത്രയും ഹെൽത്തി ആവുകയാണ്. സെൽ ഡിവിഷൻ അത് ഹെൽത്തി ആയിട്ട് നടക്കുന്നതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ട്വിൻസിന്റെ കാര്യം, ട്വിൻസ് ഉണ്ടാകാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ചിലർ ചോദിക്കണ കേൾക്കാം, ട്വിൻസ് ഉണ്ടാകാൻ എന്ത് ചെയ്യണം. ഫാമിലിയിൽ തന്നെ അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓരോ ചില ജനറേഷൻസ് കഴിയുമ്പോൾ അതിൽ വരാറുണ്ട് ട്വിൻസിന്റെ കേസ്. മാം അപ്പൊ ഓവവും സ്പേമും ഒരെണ്ണമായിരിക്കും, അല്ലെങ്കിൽ അതും ഇതുപോലെ തന്നെ കുറെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവനെ ഈ സെല്ല് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ല. ഓവം ഒരു ഓവവും ഒരു സ്പേമും തന്നെ ആയിരിക്കുമോ? അത് തന്നെയാണ് ഡിവൈഡ് ചെയ്യണം. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് സൈഗോട്ട് ആയി കഴിയുമ്പോഴാണ് സെൽ ഡിവിഷൻ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഐ എം നോട്ട് ഗുഡ് ഇൻ ബയോളജി, ഞാൻ 10th വരെ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോസസ് അതാണ് മാം. അതെ, അതുപോലെ ഈ ട്യൂബിന് പുറത്ത് നമ്മൾ പ്രഗ്നൻസി ആയിട്ട് അത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ടുണ്ട്. എന്താ പറഞ്ഞാല് 2 months കഴിഞ്ഞ് ആ സമയത്താണ് അത് നമ്മളുടെ ബ്ലീഡിങ് കാണാൻ. അപ്പൊ അത് പെട്ടെന്ന് കാണിച്ചില്ലെങ്കിൽ ആൾക്ക് ഡെത്ത് വരെ സംഭവിക്കാം. ട്യൂബിന് പുറത്ത് പ്രഗ്നൻസി ഉണ്ടായി കഴിഞ്ഞാല്. ട്യൂബിന് പുറത്തുനിന്നാണോ ട്യൂബ് പ്രഗ്നൻസി ആണോ? ട്യൂബ് പ്രഗ്നൻസി അല്ല മാം, ട്യൂബിന് പുറത്ത് നമുക്കിപ്പോ അതെ അങ്ങനെ ഒരു കണ്ടിട്ടുണ്ട്. അപ്പം ആള് ബ്ലീഡിങ് ആണ് കാണുക. ബ്ലീഡിങ് കണ്ട് വയറുവേദന നിൽക്കാത്ത ഭയങ്കര അസ്വസ്ഥത, പെയിൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് ഇത് ട്യൂബിന് പുറത്തായിരുന്നു. അങ്ങനെ അത് സർജറി ഒക്കെ ചെയ്ത് പെട്ടെന്ന് നമ്മൾ ആളെത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കാന്ന്. അപ്പൊ എന്റെ ബ്രദറിന്റെ വൈഫിനായിരുന്നു. അപ്പൊ അവർക്ക് പിന്നെ ഭയങ്കര പേടിയായിരുന്നു, ഇനിയിപ്പോ കുട്ടികൾ ഉണ്ടാവില്ലേ, ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാന് എന്റെ 3ാമത്തെ മോനെ കാണിക്കുന്ന സമയത്ത് അവര് വന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് ഡോക്ടറോട് ചോദിച്ചു എന്താ എനിക്ക് ഇനി കുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു ഇത് മതി, ഒരു ട്യൂബ് മതി, എന്നാലും നിങ്ങൾക്കൊരു ഡസൻ വരെ പ്രസവിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം. ഇപ്പൊ 2 കുട്ടികളുണ്ട് കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് വൈകിയാണെങ്കിൽ 7 വർഷം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇതായത്. മാം പിന്നെ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ചെയ്തോ? നമ്പർ എങ്ങനെ കിട്ടി? നമ്പറൊക്കെ ഞങ്ങള് അന്നത്തെ മാം ഉണ്ടായിരുന്നല്ലേ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതായിട്ട് കുറച്ച് സമയം ടെക്നിക്കൽ പ്രോബ്ലം ആയി. അപ്പൊ ആ സമയത്ത് ഞങ്ങള് വാട്സാപ്പ് നമ്പർ അങ്ങോട്ട് ഷെയർ ചെയ്തു. പിന്നെ എന്റെ നമ്പർ കൊടുത്തപ്പോ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ കുറെ പേര് ഇനിയും ഇല്ലാത്തുണ്ട് തോന്നുന്നുണ്ട്. എല്ലാവര് എത്ര പേര്? ഹലോ, ഞാന് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇല്ലല്ലേ? അപ്പൊ എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. 9446. ഒന്നുകൂടെ പറയാവോ? 9446. ഇന്നൊരാളെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് 976261. ഒന്നുകൂടെ ക്ലിയർ ആയില്ല. 9446 976261. 6261. ഓക്കെ. സോറി മാം, ടൈം. ഒരു ഡൗട്ട് ചോദിച്ചില്ലായിരുന്നോ? ഈ എഗ്ഗും സ്പെമും കൂടെ കമ്പൈൻ ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ആവുന്നു. ഇത് ട്യൂബിൽ വെച്ചാണ് നടക്കുന്നത്. അത് എന്താ പറയാ, ട്രാവൽ ചെയ്ത് യൂട്രസിലേക്ക് പോകുമ്പോൾ ഈ സൈഗോട്ട് മെനി ടൈംസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡിവിഷൻ നടക്കുവാണ്. അങ്ങനെ ഇവൻച്വലി 2 സെപ്പറേറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറുവാണ് സൈഗോട്ട്. അതിൽ ഒരു സ്ട്രക്ചറാണ് ഈ ഫീറ്റസ് ആകുന്നതും, ഒരു സ്ട്രക്ചർ എംബ്രിയോ ആകുന്നു. ആദ്യം എംബ്രിയോ പിന്നെ ഫീറ്റസ്. ഒരു സ്ട്രക്ചറാണ് പ്ലാസന്റ ആവുന്നത് അല്ലെ? ഒരെണ്ണം കുട്ടിയാവുന്നു, ഒരെണ്ണം മറുപിള്ള എന്ന് മലയാളത്തിൽ പറയില്ലേ, പിള്ള എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണല്ലോ. അപ്പൊ പ്ലാസന്റ ആകുന്നത് ഒരു ഭാഗം എംബ്രിയോ ആകുന്നു. ഈ സെൽ ഡിവിഷൻ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. അപ്പൊ മേ ബി ആ 2 സ്ട്രക്ചറായിട്ട് മാറുന്നതിൽ ഒരു സ്ട്രക്ചറിൽ 2 ഹെൽത്തി ആയിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിലായിരിക്കാം ട്വിൻസ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.
പ്ലാസൻഡർ താഴെ ആയാലും റെസ്റ്റ് പറയും. അതെ 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 ശരിയാ. എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് 5 മാസം വരെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് അതായത് ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടുന്ന ടൈം ഉണ്ടല്ലോ, ബേബിയുടെ ഹാർട്ട് ബീറ്റ് പുറത്ത് നമ്മൾ സാധാരണ നോർമൽ ഒരു മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ്സിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ പിന്നെ അത് വന്ന് എൻവയോൺമെന്റ് അഡ്ജസ്റ്റഡ് ആയി ഹാർട്ടിന്റെ ആ ഫംഗ്ഷൻ നോർമൽ ആകുന്നു, സാധാരണ ആളുകളുടെ ഹാർട്ട് ബീറ്റ്സ് പോലെ ആകുന്നു. കൊച്ചുകുട്ടികൾക്ക് ആദ്യമൊക്കെ ഹാർട്ട് ബീറ്റ്സ് കൂടുതലായിരിക്കും, ഓരോ ഏജിലും ഹാർട്ട് ബീറ്റ്സിൽ വ്യത്യാസം വരും. ഫീറ്റസ് സ്റ്റേറ്റിലായിരിക്കുമ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. ശരിക്കും എളുപ്പമാണ്, പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ കണ്ടീഷനുമായിട്ട് ഫീറ്റസ് ആയിരിക്കുമ്പോഴും, അതായത് ഒരു എംബ്രിയോ തുടങ്ങി ഫീറ്റസ് ആയിരിക്കുമ്പോഴും പുറത്തേക്ക് ആ ബേബി വരുമ്പോഴും അകത്തിരിക്കുമ്പോഴും പുറത്തിരിക്കുമ്പോഴും അത് അതിന് ചുറ്റുമുള്ള കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കും. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലെ ഒരു മെയിൻ പോയിന്റ് ഇതാണ്, അബ്സോർപ്ഷൻ ടു ദി എൻവയോൺമെന്റ്. അത് മനസ്സിലാക്കിയിരിക്കാനാണ് നമ്മൾക്ക് ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ആണല്ലോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് പോർഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് കുട്ടിയുടെ ഡെവലപ്മെന്റ് ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നത്. ലൈക്ക് മൂവ്മെന്റ്സ്, ഓരോ മന്ത്സിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന മൂവ്മെന്റ്സ്, കുട്ടിയുടെ സെൻസറി പാർട്സിന്റെ ഡെവലപ്മെന്റ്, കണ്ണ്, കാത്, അങ്ങനെയൊക്കെയുള്ള 5 സെൻസർ ഓർഗൻസ് ഉണ്ടല്ലോ, അതിന്റെ ഡെവലപ്മെന്റ്, ഫിസിക്കലായിട്ടും എല്ലാം ആ രീതിയിലുള്ള ഡെവലപ്മെന്റ്. പിന്നെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അതിന്റെ ഒരു ഇൻട്രോ പറഞ്ഞിരുന്നു. പിന്നെ ബുദ്ധി, ലാംഗ്വേജ്, ആ ഡെവലപ്മെന്റ്. പിന്നെ ഇതിനകത്താണ് നമുക്ക് സൈക്കോളജി വരുന്നത്. പിന്നെ ഡിഫൻസ് മെക്കാനിസം വരുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസം എന്തായിരിക്കും? ഡിഫൻസ് മെക്കാനിസം ഡിഫെൻഡ് ചെയ്യുക, അല്ലെ, കുട്ടി പ്രതിരോധിക്കുന്നത്. ഇതെല്ലാം ഡെവലപ്പിംഗ് സ്റ്റേജിൽ വരുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാള് ഇപ്പം ഒരു എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ ആണേ, കുട്ടി ഉമ്മ വയ്ക്കുമ്പോ ഇപ്പം ഷേവ് ചെയ്യാത്ത അങ്ങനെയാണെങ്കിൽ സ്വന്തം അച്ഛനാണെങ്കിൽ കുട്ടി ചിലപ്പോൾ റെസ്ട്രിക്ട് ചെയ്യും, അതിനെ ഡിഫെൻഡ് ചെയ്യും, അല്ലെ. അപ്പൊ അതുപോലെ പിന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ എന്തെങ്കിലും ഇതാവുമ്പോൾ അതാണ് ഡിഫൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഒക്കെ. അതൊക്കെയാണ് നമുക്ക് ഇനി വരുന്നത്. സൈക്കോളജി വരുന്നുണ്ട്. പാർട്ട് 3 വരുമ്പോൾ പ്യുവർലി മോണ്ടിസോറി മെത്തേഡ്സിലേക്ക് നമ്മൾ പോകും. മാം ഇത് രണ്ടും കൂടെ ആവുമ്പോ കൺഫ്യൂഷൻ. ഇപ്പൊ മാം എടുക്കുന്നത് പാർട്ട് 2 അല്ലേ എടുക്കുന്നത്? അതെ അതെ. യൂണിറ്റില് പാർട്ട് 2 യൂണിറ്റ് 1 മോഡ്യൂൾ 1 പാർട്ട് 1 നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ മേഡം 2 എണ്ണം എടുക്കുന്നുണ്ട്, 7ഉം 8ഉം. 7ഉം 8ഉം അശ്വതി മിസ് എടുക്കും. അപ്പൊ 6 വരെ ഞാൻ എടുത്തിരുന്നു, 7, 8ഉം അശ്വതി മിസ് എടുക്കും. ഈ പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റും സൈക്കോളജിയാണ്. മൊഡ്യൂൾ 1 പാർട്ട് 2 ആണ് മാം എടുക്കുന്നത് അല്ലെ? ഞാനിപ്പോ എടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. ഈ ഒരു യൂണിറ്റ് 1 അതിൽ കഴിഞ്ഞു. നമ്മൾക്ക് ഇതിൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നാളെ മോർണിംഗ് നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമ്മള് മോണ്ടിസോറി മെത്തേഡിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിംഗ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ആ ഫസ്റ്റ് പ്രഗ്നൻസി, ഡെലിവറി, ബർത്തും എല്ലാം നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യം. അപ്പൊ ഓക്കെ, ഒന്നുമില്ലല്ലോ. ആക്ടിവിറ്റീസ് ടൈമിൽ ചെയ്യുക, കാരണം 10 months പെട്ടെന്ന് ഓടിപ്പോവും. ഇനി റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ നാളെ തരാം. ഇനി ഓരോന്ന് എഴുതാൻ തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് വരുമ്പോ ആ പ്രാക്ടിക്കൽ റെക്കോർഡിന് മുമ്പുള്ള ബാക്കി എല്ലാ റെക്കോർഡ്സും നമ്മളപ്പോ ഫിനിഷ് ആയിട്ടിരിക്കണം. അപ്പൊ പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പ്രാക്ടിക്കൽ ഏരിയയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോഴേക്കും നമ്മളുടെ ബാക്കിയുള്ള റെക്കോർഡ്സ്, റൈംസ്, സ്റ്റോറീസ്, കളക്ഷൻ ബുക്ക്, അങ്ങനെയുള്ള റെക്കോർഡ്സ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കണം. പ്രാക്ടിക്കൽ ഏരിയ വരുമ്പോൾ റെക്കോർഡ് ബുക്കുമായിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. നമ്മൾ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ എഴുതി. മാം, പസിൽസിന് വേറൊരു റെക്കോർഡും ഇല്ലേ? പസിൽസ് മാത്രമായിട്ട് വേറൊരു റെക്കോർഡും പറഞ്ഞിട്ടില്ലേ മാം? പസിൽസ് കളക്ഷൻ ബുക്കിലല്ലേ പസിൽസ് വന്നേ? വേറെ നീണ്ടോ? വേറെ പസിൽസ് ആൻഡ് കളക്ഷൻ ബുക്കിലാണ് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞില്ലേ? കളക്ഷൻ ബുക്കിലല്ലേ പസിൽസും പിന്നെ റിഡിൽസ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പ്രോവർബ്സ് തുടങ്ങി
ഞാനൊരു കാര്യം ചെയ്യാം, റെക്കോർഡ്സ് ഏതൊക്കെയാന്നുള്ള പേര് നാളെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. റെക്കോർഡ്സിന്റെ പേര് എഴുതി വെച്ചിരുന്നു മാം പറഞ്ഞിരുന്നു അന്ന് റെക്കോർഡിന്റെ അതിൽ പസിൽസ് ആൻഡ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡിന്റെ പേര് പറഞ്ഞിരുന്നു മാം. ശരിയാ, ഞാൻ എഴുതി ഇട്ടേക്കാം, ക്ലാസ് റൂമിലേക്ക് തരാനായിട്ട് ഞാൻ പറയാം. ഓരോന്നിന്റെ ഹെഡിങ് കേട്ടോ, ഞാൻ അത് എഴുതിയിട്ടിരുന്നു. ഞാൻ നാളെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം, അത് അവരെ കൊണ്ട് ഇട്ടിച്ചേക്കാം, ടെക്നിക്കൽ ടീം. നമുക്ക് വേറൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? വായിക്കാട്ടോ മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള ബുക്സ്. മേ ബി പ്രഗ്നൻസീസ് ടൈമിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുമായിരിക്കും, അതൊക്കെ എടുത്ത് വെച്ചൊന്ന് വായിച്ചു. ഓക്കെ, കുഞ്ഞു പിള്ളേര് സ്റ്റുഡൻസ് ആയിട്ടുണ്ടെങ്കിൽ അമ്മമാരോടൊക്കെ ചോദിക്കാം. ഓക്കെ ഓക്കെ മാം, ഗുഡ് നൈറ്റ്. Okay, താങ്ക്സ്. ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.